അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സർക്കാരിനോട് ചോദ്യവുമായി KPCC. വാർഷികാഘോഷത്തിന് മുൻപ് നടത്തിയ നവകേരള സദസ്സിലെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ചോദിച്ചു. പുതിയ പദ്ധതികൾ നടപ്പിലാക്കിയത് വിവരിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു. സർക്കാർ വിപുലമായ അഞ്ചാം വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് സർക്കാരിനോട് ചോദ്യവുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തുന്നത്. ആഘോഷങ്ങൾക്ക് മുമ്പ് നടത്തിയ നവകേരള സദസ്സിന്റെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു. നവകേരള സദസ്സിലെ ചിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ? ഓരോ നിയോജക മണ്ഡലത്തിലെയും വരവിന്റെയും ചെലവിന്റെയും കണക്കുകൾ പുറത്തുവിടുമോ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു. നവകേരള സദസ്സ് അതിന് എത്ര പൈസ ചെലവഴിച്ചു? ഖജനാവിൽ നിന്ന് എത്ര പൈസ ചെലവഴിച്ചു? 140 നിയോജകമണ്ഡലങ്ങളുമായിട്ട് എത്ര പൈസ പിരിവിലൂടെ സഹകരിച്ചു? അതിന്റെ സാമ്പത്തിക വരവ് ചെലവ് കണക്ക് എന്താണ്? അത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ? ആ കണക്ക് പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? ഇനി ആ നവകേരള സദസ്സിന്റെ റിസൾട്ട് എന്താണ്? കേരളത്തിൽ ഏതെങ്കിലും ഒരു വികസന പദ്ധതി, ജനക്ഷേമകരമായ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചോ? ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി നടന്നോ? അപ്പൊ നവകേരള സദസ്സ് ഒരു പരാജയമായിരുന്നു. അതിന്റെ മറ്റൊരു പതിപ്പാണ്, തുടർച്ചയാണ്. രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം നടത്തുന്നത്. വാർഷികാഘോഷങ്ങളിൽ സർക്കാർ മേനി നടിക്കുമ്പോഴാണ് പരാജയങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള സണ്ണി ജോസഫിന്റെ വിമർശനം. ഇന്ന് സംസ്ഥാന വ്യാപകമായി UDF നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചാണ് പ്രതിഷേധിക്കുന്നത്. ജനം, തിരുവനന്തപുരം.